സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ബീഹാറിന്റെ ഹൃദയം തൊട്ട് ബുള്ളറ്റ് യാത്ര നടത്തുന്ന രാഹുലിനൊപ്പം പ്രിയങ്കയും ചേർന്നു. സഹോദരനും സഹോദരിയും ഹിന്ദി ഹൃദയഭൂമിയെ അറിയുകയാണ്. രാഹുലും തേജസ്വി യാദവും നടത്തുന്ന വോട്ട് അധികാർ യാത്ര അങ്ങനെ ജനമനസ് കീഴടക്കുകയാണ്. ഓരോ ഇടങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകളാണ് രാഹുലിനെ കേൾക്കാനും കാണാനുമായി ഒഴുകിയെത്തുന്നത്. മറുഭാഗത്ത് എൻഡിഎയുടെ യോഗത്തിനൊന്നും ആളില്ല എന്ന് ബീഹാറിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പോലും ആളില്ല എന്നാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് ബീഹാറിലെ രാഷ്ട്രീയ കാലാവസ്ഥ. എന്നാൽ ഇത് ബീഹാറിലെ മാത്രം അവസ്ഥയല്ല എന്ന് പറയുന്ന സർവേ റിപ്പോർട്ടാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ, അതായത് ഈ സമയത്തെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയുന്ന സർവേയിൽ പറയുന്നത് BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധി കുതിക്കുന്നു, നരേന്ദ്രമോദി കിതയ്ക്കുന്നു. അതാണ് ഇന്ത്യ ടുഡേ സർവേ പറയുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം. അതായത് വോട്ട് ചോരി ആരോപണം BJP വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിൽ ഹിന്ദി ബെൽറ്റിലെ ജനങ്ങളിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ ശതമാനം 13.8 നിന്ന് 22.4% ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മോദിയുടെ ജനപ്രീതിയും സർക്കാരിന്റെ പ്രതിച്ഛായയും ഇടിഞ്ഞെന്ന് സർവേ റിപ്പോർട്ട് പറയുന്നു. രാഹുലിന്റെ കുതിച്ചുയരുന്ന ജനപിന്തുണ മനസ്സിലാക്കി കോൺഗ്രസുമായി അടുക്കാൻ നടൻ വിജയ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇങ്ങനെ വരുന്ന വാർത്തകളെല്ലാം BJPക്ക് വമ്പൻ തിരിച്ചടി നൽകുന്നതാണ്. ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയിൽ 8.6% പോയിന്റിന്റെ വർധനവാണ് ഉണ്ടായത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണ 6 മാസത്തിനുള്ളിൽ 4% കുറവുണ്ടായെന്ന് മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേയുടെ ആ സർവേ പറയുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് 62% പേരായിരുന്നു. ഇത് 58% പുതിയ സർവേയിൽ കുറഞ്ഞു. NDA സർക്കാരിന്റെ പിന്തുണയിലും വലിയ ഇടിവുണ്ടായെന്ന് സർവേ പറയുന്നു. 6 മാസം കൊണ്ട് 10% കുറവാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടായ ജനങ്ങളുടെ പ്രതികരണത്തിൽ സർവേ ഫലം കാണിക്കുന്നത്. മാത്രമല്ല 15.3% പേർ സർക്കാരിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതും സർക്കാർ വിരുദ്ധ അഭിപ്രായമാണ്. സർക്കാരിന്റെ പ്രകടനം മോശമാകുമ്പോഴാണ് സാധാരണ ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താതെ ഇരിക്കുന്നത്. മാത്രമല്ല സർവേയിൽ പങ്കെടുത്ത 2.7% പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കൂടുന്നു, മറുവശത്ത് NDA സർക്കാരിന്റെയും അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജനപിന്തുണ നല്ല രീതിയിൽ കുറയുന്നു. ഇതെല്ലാം നടന്നിരിക്കുന്നത് വോട്ട് ചോരി ആരോപണം വന്നതിന് ശേഷമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം അതിനു മുമ്പ് നടത്തിയ സർവേയിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണ കൂടുതലായിരുന്നു. അതാണ് കുറഞ്ഞുവെന്ന് ഇപ്പോഴത്തെ സർവേ ഫലം പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം താഴോട്ട് പോയിട്ടേയില്ല. മാത്രമല്ല വോട്ട് ചോരി ആരോപണം വന്നതിന് ശേഷം അത് കുത്തനെ കൂടുകയും ചെയ്തിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിക്ക് ശക്തനായ എതിരാളിയായി രാഹുൽ ഗാന്ധി കൂടുതൽ ഉയർന്നു വരുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ഇതെല്ലാം BJP ബുദ്ധി കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഏത് സ്ട്രാറ്റജിയാണ് ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലുന്നത്? അപ്പോഴും രാഹുൽ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? അക്കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാഹുലിന്റെ ജനപ്രീതി കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ സജീവമായ പ്രചാരണ രീതിയാണ്. അത് സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭാരത് ജോഡോ യാത്രയും ഇപ്പോൾ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് അധികാർ യാത്രയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഈ നീക്കം പുതിയ തലമുറയിലും മധ്യവർഗത്തിലും അദ്ദേഹത്തിന്റെ പിന്തുണ കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല അടിസ്ഥാന ജനവിഭാഗത്തിലും പിന്നോക്കക്കാരിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും രാഹുലിനെ കൂടുതൽ സ്വീകാര്യനാക്കി മാറ്റുകയാണ് ഇത്തരം യാത്രകൾ. അതേസമയം രാഹുലിനെ പിന്നോട്ടടിക്കുന്നത് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ്. ഇക്കാര്യം ഇന്ത്യ ടുഡേയുടെ സർവേ എടുത്തു പറയുന്നുണ്ട്. സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസ് BJPയേക്കാൾ വളരെ പിന്നിലാണ്, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയ മേഖലയിൽ. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്തത്ര അവിടങ്ങളിൽ പാർട്ടി ദുർബലമാണെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാന ശക്തി പ്രാദേശിക പാർട്ടികളാണ്. ഉദാഹരണത്തിന് TMC, SP, DMK, RJD തുടങ്ങിയ കക്ഷികൾ.
ഈ കക്ഷികളുടെ ബലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കൂടി വരുന്നത് എന്നാണ് സർവേ പങ്കുവയ്ക്കുന്ന വിവരം. കോൺഗ്രസ് ഹിന്ദി മേഖലയിൽ അതിന്റെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കിയാൽ രാഹുലിന്റെ ജനപ്രീതിയിലും അത് പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും പരിമിതികൾ മനസ്സിലാക്കി ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ പിന്തുണയോടെ രാഹുൽ നടത്തുന്ന നിർണായകമായ ജനകീയ നീക്കങ്ങൾ BJPക്ക് കുറിക്കുകൊള്ളുന്നു എന്നാണ് സർവേ പുറത്തുവരുന്ന, അല്ലെങ്കിൽ ഈ സർവേയിലൂടെയും നമുക്ക് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും അതുമൊക്കെ സൂചിപ്പിക്കുന്നത്. വോട്ട് അധികാർ യാത്രയിൽ ഗ്രാമീണ, പിന്നോക്ക, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഒപ്പം യുവാക്കൾ എന്നിവർ സ്വമേധയാ പങ്കെടുക്കുന്നതായി ദ ഫെഡറൽ പോലുള്ള വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നു. വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയം ജാതി വർഗ വ്യത്യാസമില്ലാതെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നാണ് ഫെഡറൽ പറയുന്നത്. യുവാക്കൾക്കിടയിൽ രാഹുലിന്റെ പിന്തുണ വലിയ തോതിലാണ് കൂടിയിരിക്കുന്നത്. യുവജനത കൂടുതലും ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും പോസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ വീഡിയോസുകൾക്ക്, അല്ലെങ്കിൽ റീലുകൾക്ക് വലിയ തരത്തിലുള്ള വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് BJPയേക്കാൾ ഒരുപാട് മുകളിലാണ്. രാഹുലിൻ്റെ വാക്കുകൾ ജെൻസി തലമുറ വളരെ ശ്രദ്ധയോടെയാണ് കേൾക്കുന്നത്. ഈ പിന്തുണ മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുകയാണ് നടൻ വിജയ്. അതാണ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വാർത്ത. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാൻ വിജയ് തീരുമാനിച്ചുവെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസുമായി അടുക്കാനും രാഹുലുമായി കൂടിക്കാഴ്ച നടത്താനും വിജയ് ശ്രമിക്കുന്നുവെന്നാണ് വാർത്തകൾ. യാത്രയിൽ വിജയ് പങ്കെടുക്കുന്നത് ഭാവിയിൽ കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് വിജയുടെ പാർട്ടിയായ TVKയുടെ നേതൃത്വം കരുതുന്നത്. രാഹുലിൻ്റെ യാത്രയിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ആ നിലയിൽ പങ്കെടുക്കാനാണ് വിജയും ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഭാവിയിൽ ഒരു രാഷ്ട്രീയ ബന്ധമാക്കി മാറ്റാനാകുമെന്നാണ് TVKയുടെ പ്രതീക്ഷ. എന്നാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സ്റ്റാലിൻ എതിർത്താൽ വിജയുടെ ഈ പദ്ധതി പാളിപ്പോകും. DMKയോട് കോൺഗ്രസ് തമിഴ്നാട് ഘടകത്തിനുള്ള എതിർപ്പ് മുതലാക്കാനാണ് വിജയുടെ പാർട്ടിയുടെ നീക്കമെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും വിജയ് നടത്തുന്ന നീക്കം രാഹുൽ ഉയർത്തുന്ന ജെന്യുവിനായിട്ടുള്ള വിഷയങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ കണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടയ്ക്ക് കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തി രാഹുലിൻ്റെ വോട്ടർ അധികാര യാത്രയ്ക്ക് കിട്ടുന്ന പിന്തുണയെ നേരിടാനാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടവും ഒന്നാണ് എന്നുള്ള ആരോപണമാണ് BJP ഉയർത്തുന്നത്. പക്ഷേ അതൊന്നും രാഹുലിൻ്റെ യാത്രയെ ഇപ്പോൾ യേശുന്നില്ല എന്നാണ് വിലയിരുത്തൽ. ബുള്ളറ്റിലും നടന്നും ജനങ്ങൾക്കിടയിലുമൊക്കെയായി സംവദിച്ചും രാഹുൽ ബീഹാറിൻ്റെ ഹൃദയത്തിലൂടെ നടത്തുന്ന യാത്ര ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വോട്ടർ അധികാർ യാത്ര സെപ്റ്റംബർ 1 വലിയ റാലിയോടെ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ ഒന്നാകെ പങ്കെടുപ്പിച്ചുകൊണ്ട് മോദി സർക്കാരിനെതിരായ ഒരു സമര പ്രഖ്യാപനമാക്കി ഈ സമാപന സമ്മേളനത്തെ മാറ്റാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. എന്തായാലും രാഹുലിന് കിട്ടുന്ന ജനപിന്തുണ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ ചാനലിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.